ആദ്യ വിഷയത്തിലേക്ക്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് സർക്കാരിൽ കൂടുതൽ പരിഗണന ലഭിക്കുന്നുവെന്ന പരാതി പല കോണിൽ നിന്നും നേരത്തെ മുതൽ ഉയരുന്നുണ്ട്. ഭരണകക്ഷി നിരയിൽ വരെ പലരും ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. CPIM സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ റിയാസിന് അമിത പ്രാധാന്യം കിട്ടിയെന്ന ചർച്ച ചില കേന്ദ്രങ്ങൾ ഉയർത്തി. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങാണ് ഈ ശ്രേണിയിലെ ഒടുവിലത്തെ വിവാദം. ഉദ്ഘാടന ചടങ്ങ് മന്ത്രി മുഹമ്മദ് റിയാസ് ഹൈജാക്ക് ചെയ്തുവെന്നാണ് ആരോപണം. റോഡുകൾക്ക് പണം മുടക്കിയ തദ്ദേശ വകുപ്പിനെ പൂർണ്ണമായും മാറ്റി നിർത്തിയായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ പെർഫോമൻസ് എന്ന് ആക്ഷേപിക്കുന്നവർ, ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നു. ഒരു ഫ്ലക്സ് ബോർഡിൽ പോലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ ചിത്രം കൂടി കണ്ടില്ല. മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും മാത്രം പ്രചാരണ ബോർഡുകളിലും പരസ്യങ്ങളിലും നിറഞ്ഞു നിന്നു. സ്മാർട്ട് റോഡുകളുടെ ക്രെഡിറ്റ് പൊതുമരാമത്ത് വകുപ്പ് തട്ടിയെടുത്തതിൽ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് അതൃപ്തിയുണ്ട് എന്ന വിവരം പക്ഷേ MB രാജേഷ് തന്നെ തള്ളി. മുഖ്യാതിഥിയായി നിശ്ചയിച്ച MB രാജേഷും മുഖ്യമന്ത്രിയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതും വാർത്തയായി. പക്ഷേ MB രാജേഷ് നിഷേധിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസും. മുഹമ്മദ് റിയാസിന് CPIM-ലും LDF-ലും അമിത പ്രാധാന്യം ലഭിക്കുന്നുണ്ടോ? തദ്ദേശ വകുപ്പും നഗരസഭയും പണം ചെലവാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രി കൈവശപ്പെടുത്തിയോ? ഇതാണ് ഉള്ള ചോദ്യങ്ങൾ. നമുക്ക് RDX റാപ്പ് കണ്ടുവരാം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം സർക്കാർ നടത്തിയത് കൊട്ടിയാഘോഷിച്ച്. പദ്ധതിക്കായി തുക അനുവദിച്ച തദ്ദേശ വകുപ്പിനെയും കോർപ്പറേഷനെയും അവഗണിച്ചായിരുന്നു ഈ പരസ്യ പ്രചാരണം. പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ റോഡുകളുടെ കൂട്ടത്തിൽ സ്മാർട്ട് റോഡുകളുടെ കൂടി ഉദ്ഘാടനം നടത്തി പദ്ധതി ഹൈജാക്ക് ചെയ്തെന്നാണ് ഉയരുന്ന ആക്ഷേപം. 200 കോടി മുതൽ മുടക്കിൽ നടപ്പാക്കിയ പദ്ധതിയിൽ കേന്ദ്രവും സംസ്ഥാനവും നൽകിയത് 80 കോടി രൂപ വീതം. തദ്ദേശ വകുപ്പ് അക്കൗണ്ടിൽ നിന്നായിരുന്നു സർക്കാരിന്റെ 80 കോടി. ബാക്കി 40 കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷന്റേതും. മേൽനോട്ട ചുമതല മാത്രമാണ് PWDക്ക് ഉണ്ടായിരുന്നത്. ഇതോടെ മെയ് 16-ന് മാനവീയത്ത് നടന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ടും MB രാജേഷ് എത്തിയില്ല. അനാരോഗ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രിയും പങ്കെടുക്കാത്ത പരിപാടി മന്ത്രി V ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ MB രാജേഷ് അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്ന് മാധ്യമങ്ങൾ നൽകിയ വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് മറ്റ് ചില വിവരങ്ങൾ കൂടെ വിശദാംശങ്ങളായിട്ട് പരിശോധിച്ചിട്ട് വരാം. PWDയുടെ പണമല്ല എന്ന കാര്യം ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ചിലവായത് 200 കോടി രൂപയാണ് എന്ന് നമുക്കറിയാം. പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയത് 80 കോടി രൂപ വീതമാണ്, 160 കോടി രൂപ. തദ്ദേശ വകുപ്പ് അക്കൗണ്ടിൽ നിന്നായിരുന്നു സർക്കാരിൻ്റെ 80 കോടി രൂപ MB രാജേഷിൻ്റെ വകുപ്പിൽ നിന്ന്. ബാക്കി 40 കോടി രൂപ അനുവദിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് എന്ന് നമുക്കിതിനകം തന്നെ അറിയാം. മേൽനോട്ടം മാത്രമാണ് PWD, നിർമ്മാണങ്ങളുടെ മേൽനോട്ടം മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പ് നിർവഹിച്ചത്. പണം നമ്മൾ പറഞ്ഞു. ഉദ്ഘാടന ഫ്ലക്സുകളിൽ മുഖ്യമന്ത്രിയുടെയും റിയാസിൻ്റെയും മാത്രം ചിത്രങ്ങളുണ്ടായി എന്നതാണ് ഈ ചർച്ചയ്ക്ക് ഇടവെച്ചത്. MB രാജേഷ് പങ്കെടുത്തില്ല ഉദ്ഘാടന ചടങ്ങിൽ. മുഖ്യാതിഥിയായിട്ടും MB രാജേഷ് എത്തിയിട്ടില്ല. അതിനകത്ത് പക്ഷേ അദ്ദേഹം വിശദീകരണം കാരണം പറഞ്ഞു. റോഡിൻ്റെയോ പദ്ധതിയുടെയോ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തില്ല എന്ന് വിമർശിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശത്താലാണ് ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഇതിനകം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. പിണറായി വിജയൻ പങ്കെടുക്കാത്തത് രാജേഷിൻ്റെ അതൃപ്തി കാരണമെന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, വിശദമാക്കിയിട്ടുള്ളത്. മെയ് 16 ഉച്ചയ്ക്ക് ശേഷമുള്ള 3 പരിപാടികൾ മുഖ്യമന്ത്രി റദ്ദാക്കിയിരുന്നു. ഇതുമാത്രമല്ല, 4ാം വാർഷിക പരിപാടി വിജയകരമായി മുന്നേറുമ്പോൾ ശോഭ കെടുത്താനുള്ള നീക്കമാണ് ഇത് എന്നുകൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു എന്നത് വസ്തുതാവിരുദ്ധമായ വാർത്തയാണെന്ന് MB രാജേഷും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ ഇത്തരം വാർത്തകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് അല്പം മുമ്പ് പറഞ്ഞു. കാര്യത്തിൽ ഹർഷൻ, വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല MB രാജേഷിൻ്റെ ഭാഗത്തു നിന്നും വന്നു. MB രാജേഷ് മാധ്യമങ്ങളോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു റിയാസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഈ വിഷയത്തിലൊരു വിശദീകരണം വരാത്തത്. നമ്മളെങ്ങനെയാണ് അതിനെ കാണേണ്ടത്? 2 കാര്യമുണ്ട്. ഒന്ന്, റിയാസിനെ നേരിട്ട് പ്രതിപക്ഷം ആക്രമിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ മരുമകൻ പരാമർശം വെച്ചുകൊണ്ട് പ്രതിപക്ഷം മാത്രമല്ല മാധ്യമങ്ങളടക്കം വളരെ കൃത്യമായി ഉന്നമിട്ട് ആക്രമിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതിപ്പോൾ റിയാസ് എന്തെങ്കിലും തരത്തിൽ ഈ സ്ഥാനത്തൊക്കെ എത്താൻ അയോഗ്യനാണ് എന്ന് എങ്ങനെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞാലും അതൊന്നും ആ നിലയ്ക്ക് ഒറ്റയടിക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം താഴെത്തട്ടിൽ നിന്ന് സംഘടനാ പ്രവർത്തനം നടത്തി ഉയർന്നു വന്ന ഒരാളാണ്, മന്ത്രിസ്ഥാനത്തേക്ക് വന്ന ഒരാളാണ് ഈ ഘട്ടത്തിൽ. അത് സ്വാഭാവികമായ ഒരു വളർച്ചയായി തന്നെ നമുക്ക് കാണാം. പക്ഷേ ഇതിൽ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഫ്ലെക്സ് വന്നല്ലോ, അതാണ് അടിസ്ഥാന പ്രശ്നം. ഇപ്പോൾ പണ്ടൊക്കെ ഈ ശിലാസ്ഥാപനമൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തുമ്പോൾ
ഫലകമാണ് ഉണ്ടാവുക. അതിൽ പേര് വന്നില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും തമ്മിൽ അടി, അത് തല്ലിപ്പൊളിക്കൽ ഒക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു ഒരു കാലത്ത് കേരളത്തിൽ. അതിനുശേഷം ഇപ്പോൾ ഫ്ലെക്സ് വന്നതിന് ശേഷം, അതായത് ശീല അവിടെ തന്നെ ഉണ്ട്, അതിലെന്തായാലും ഈ പേരുകളെല്ലാം വരും. ഈ ഫ്ലെക്സ് വന്നതിന് ശേഷം ഇത് വേറൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഫ്ലെക്സിൽ ആരുടെയൊക്കെ പടം വന്നു, തല വന്നു എന്നുള്ളത്. ബി ജെ പിയുടെ കൃഷ്ണകുമാർ പോലും ഫ്ലെക്സ് വെക്കും. അതാണ് അതായത് കൃഷ്ണകുമാറിന്റെ, അതായത് ചാക്ക ബൈപ്പാസുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സ് കൃഷ്ണകുമാറിന്റെ പോലും വന്നതാണല്ലോ, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്, ഈ ഉദ്ഘാടന ചടങ്ങ് എന്നത് ഈ 12 സ്മാർട്ട് സിറ്റി റോഡുകൾക്കപ്പുറത്ത്, ഈ സ്മാർട്ട് റോഡുകൾക്കപ്പുറത്ത് മൊത്തം 62 റോഡുകളുടെ ഉദ്ഘാടനം. അപ്പോൾ 50 റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റേതായിട്ടുണ്ട്. ഈ 12 റോഡുകളുടെ കൂടി ഉദ്ഘാടനമുണ്ട്. പക്ഷേ ഈ ഉദ്ഘാടനം എല്ലാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സ്മാർട്ട് റോഡുകളുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇത് രണ്ടും സത്യത്തിൽ ഒരുമിച്ച് നടത്തേണ്ടതുണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട്. ഈ കേരളം മുഴുവൻ ഉദ്ഘാടനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും റിയാസിൻ്റെതായ ക്രെഡിറ്റ് എടുക്കാവുന്ന മികച്ച പ്രവർത്തനം ഈ പൊതുമരാമത്ത് വകുപ്പിൽ വേറെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ നിലയ്ക്ക് അത് ചെയ്യാമായിരുന്നു. മാത്രമല്ല, കോർപ്പറേഷൻ്റെ റോഡുകളുടെ ഉദ്ഘാടനം മുമ്പും റിയാസ് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അത് അവർ തന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന് റിയാസ് പങ്കെടുക്കുന്ന രീതിയിൽ തന്നെ ആ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ തന്നെ. ഇവിടെ ഈ ഫ്ലെക്സ് മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ പ്രശ്നമായിട്ടുണ്ടാവുക. കാരണം എന്താണ്, അതിന് പണം മുടക്കിയിട്ടുള്ളത് റിയാസിൻ്റെ വകുപ്പിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ അവരുടെ മന്ത്രി, പിന്നെ മുഖ്യമന്ത്രി, ആ മട്ടിലാണ് ഈ ഫ്ലെക്സുകൾ നിരന്നിട്ടുള്ളത്. അതിലൊരു പിശക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിപ്പോൾ റിയാസ് പറഞ്ഞിട്ടുണ്ടാവില്ല, എൻ്റെ പടവും മുഖ്യമന്ത്രിയുടെ പടവും മാത്രം വെച്ചിട്ടുള്ള ഫ്ലെക്സ് മതി എന്തായാലും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അതിലൊരു സൂക്ഷ്മത വേണ്ടതായിരുന്നു, ആ വകുപ്പിനും ആ സൂക്ഷ്മത വേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ ഉത്തരവാദിത്വം മുഹമ്മദ് റിയാസിനും ഉണ്ട്. ആ ഉത്തരവാദിത്വം തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അതിനകത്ത് തദ്ദേശ ഭരണ വകുപ്പിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിൽ MP രാജേഷിൻ്റെ മുഖം വന്നില്ല എന്നുള്ളതല്ല എനിക്കൊരു പ്രശ്നമായി തോന്നുന്നത്. അത് മേയറുടെ മുഖം വന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്ന ഒരു പ്രോജക്റ്റ്, അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തമുണ്ട്, തദ്ദേശ ഭരണ വകുപ്പിൻ്റെ പങ്കാളിത്തമുണ്ട്, കോർപ്പറേഷൻ്റെ പങ്കാളിത്തമുണ്ട്. അതായത് 80 കോടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു, 80 കോടി തദ്ദേശ ഭരണ വകുപ്പ് കൊടുക്കുന്നു, 40 കോടി കോർപ്പറേഷൻ കൊടുക്കുന്നു. ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവും സംസ്ഥാനവും കൊടുക്കുന്നതിൻ്റെ പകുതി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പങ്കാളിത്തമാണ്. മാത്രമല്ല സനീഷ്, ഇത് കഴിഞ്ഞ 4 വർഷമായി ഇതിൻ്റെ പഴി മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത്. അതായത് ആ നഗരം മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഇടയ്ക്കൊക്കെ ആണെങ്കിലും നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ പഴി മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന ആരാണ്? കോർപ്പറേഷൻ. അപ്പോൾ കോർപ്പറേഷൻ മേയർക്ക് നേരിട്ട് മേയറെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഗംഭീര റോഡുകളായി മാറി അതൊക്കെ. ആ റോഡുകളുടെ അപ്പോൾ ആ ക്രെഡിറ്റ് അത് കോർപ്പറേഷന് കൂടി കൊടുക്കേണ്ടതാണ് എന്നുള്ളത് ഈ വകുപ്പ് ആലോചിക്കേണ്ടത്, റിയാസിൻ്റെ വകുപ്പും ആലോചിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ മേയറുടെ ചിത്രവും വരുന്നതിൽ എന്താണ് തെറ്റ്? ഇനി അവിടെ വേറെ തർക്കം നടക്കുന്നുണ്ട് കേട്ടോ. കോർപ്പറേഷൻ ഇത് BJPയുടെ പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അവകാശികൾ ഞങ്ങളാണ് എന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. അവരുടെ പങ്കാളിത്തം ഉണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. 80 കോടി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ പങ്കാളിത്തം എല്ലാം ഉറപ്പാക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വരുന്നതാണ് നല്ലത്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു പങ്കാളിത്തവുമില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിനെ അവിടെ വളരെ ഗംഭീരമായി അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു, ഈ വകുപ്പുകൾ ശ്രമിച്ചു, അതെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. അതുപോലെ ഇതിൻ്റെ ഒരു പങ്കാളിത്തത്തിൻ്റെ ആനുപാതികമായ പ്രാതിനിധ്യമെങ്കിലും ഓരോ വകുപ്പുകൾക്കും കൊടുത്തു തന്നെ ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഇത് രണ്ടായി തന്നെ നടത്താമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 50 റോഡുകളുടെ ഉദ്ഘാടനം വേറെയും ഈ 12 റോഡുകളുടെ ഉദ്ഘാടനം വേറെയുമായി നടത്തിയിരുന്നെങ്കിൽ ഈ പഴിയൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇത് ഒരു കാര്യം കൂടിയുണ്ട്, ഇതിൽ മറ്റു ചില വിമർശനങ്ങൾ ഉയർന്നത്, ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഇത് തുടർച്ചയാണല്ലോ, മന്ത്രിസഭയുടെ തുടർച്ചയാണ് എല്ലായ്പ്പോഴും. അല്ലാതെ ഈ സർക്കാർ റിയാസ് വന്നതിന് ശേഷം കേരളത്തിൽ മുഴുവൻ റോഡുകൾ നന്നായെന്ന് റിയാസ് പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ടാവും ഒരു മന്ത്രി എന്ന നിലയിൽ. പക്ഷേ പദ്ധതികളുടെ ഒരു തുടർച്ചയാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നു. ആ ടൂറിസം വകുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി വെച്ച പദ്ധതികളുടെ ഒരു തുടർച്ച എന്നത് തീർച്ചയായും റിയാസ് അത് ആ നിലയ്ക്ക് തന്നെ ചൂണ്ടിക്കാട്ടി പോവേണ്ടതാണ്. ഇപ്പോൾ G. സുധാകരൻ ഒരു മികച്ച മന്ത്രിയായി പൊതുമരാമത്ത് വകുപ്പിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് കേരളത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത് എന്നുള്ളത് അടയാളപ്പെടുത്തി പോകണം. ഇത് ചരിത്ര രേഖകളായി അവശേഷിക്കാനുള്ള സംഗതികളാണല്ലോ. ഒരു കാലത്ത് ആരിത് എന്ത് ചെയ്തു എന്നുള്ളത് തീർച്ചയായും അതിൻ്റെ ചരിത്രം അവശേഷിച്ച് തന്നെ അത് ആര് ചെയ്തു എന്നുള്ളത് ഉറപ്പായും രേഖപ്പെടുത്തി തന്നെ പോകേണ്ടതാണ്. ഇതിനകത്ത് ഈ 12 വർഷമായി ഈ പറയുന്ന ഫ്ലക്സിൽ
പടമൊന്നും വെക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ VS അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് ഈ പടം വെച്ചാൽ തന്നെ വിമർശനമായിരുന്നു. അപ്പോൾ പക്ഷേ അത് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ അതൊന്നും നമ്മൾ ഫോട്ടോ വെക്കാറില്ലായിരുന്നു. ഇപ്പോൾ ആളുകൾ എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോ വെക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഫോട്ടോ വെച്ച് ഫ്ലക്സ് അടിക്കുന്നതൊന്നും കാര്യമില്ല. ഇതിപ്പോൾ ഞാനും ഹർഷനും കൂടെ ഈ പ്രോഗ്രാം ചെയ്യുന്നു. ഞാനും ഹർഷനും കൂടെ ഈ RDX പ്രോഗ്രാം ചെയ്യുന്നു. ഞാൻ എൻ്റെ മാത്രം ഫോട്ടോ വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആൾക്കാർ ചോദിക്കും, ഈ രണ്ടുപേരും എന്നിട്ട് ഒരേപോലെ ചെയ്യുന്നൊരു പ്രോഗ്രാമിൽ സനീഷിനെ മാത്രം ഫോട്ടോ വെച്ചെന്ന് ചോദിക്കില്ലേ? നാട്ടുകാർ എന്ന് മാത്രമല്ല, ഇപ്പൊ രാജേഷ് ഇത് നിഷേധിച്ചു, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ രാജേഷിന് തോന്നിയില്ലെങ്കിൽ കൂടി ആ വകുപ്പിന് തോന്നത്തില്ലേ, ചേട്ടാ നമ്മൾ കൊടുത്തതാണല്ലോ 80 കോടി. അതായത് ഞാനും ഹർഷനും കൂടെ ചേർന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഫോട്ടോ മാത്രം വെച്ചാൽ നാട്ടുകാരാ ചോദിക്കുക, അതാണ് ഹർഷം വന്ന് ചോദിക്കില്ല. നാട്ടുകാർ ചോദിക്കും എന്താണ് ഇയാളുടെ മാത്രം ഫോട്ടോ വെച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ആര്യാരാജേന്ദ്രൻ്റെയും MP രാജേഷിനൊക്കെ ഫോട്ടോ അവിടെ വരേണ്ടതായിരുന്നു. അതിൻ്റെ പേരിൽ നാട്ടുകാർ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ, വിമർശിക്കുന്നുണ്ടെങ്കിൽ മറ്റെല്ലാ വിമർശനങ്ങളെയും പോലെ റിയാസിനെ തള്ളണ്ട. അത് കേൾക്കാൻ മൂപ്പർ യോഗ്യനാണെന്ന് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സർക്കാർ 4ാം വാർഷികം വലിയ ആഘോഷമാക്കുന്ന സമയമാണ്. പ്രതിപക്ഷത്തിന് പോലും കാര്യമായ എതിർപ്പ് ഉന്നയിക്കാൻ കഴിയാത്ത വിധം പരിപാടിയുമായി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെ ഗൗരവമായ കനമുള്ള ഒരു ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ല. ഇതിനിടെയാണ് പൊതുമരാമത്ത് വകുപ്പും മന്ത്രി മുഹമ്മദ് റിയാസും ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നു എന്നതിലാണ് രാഷ്ട്രീയ തമാശ. പൊതുമരാമത്ത് വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന വാർത്തകൾ ഊഹാപോഹങ്ങളല്ല എന്നുറപ്പാണെന്ന് വിമർശിക്കുന്നവർ പറയുന്നു. തുടർഭരണം ലക്ഷ്യമിട്ട് ശ്രദ്ധാപൂർവ്വം കരുക്കൾ നീക്കുന്ന സർക്കാരിനും ഇടതുമുന്നണിക്കും തലവേദന ഉണ്ടാക്കുന്ന പ്രവൃത്തി പക്വതയുള്ളൊരു മന്ത്രിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് വിമർശിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷത്തിന് അടിക്കാൻ വടിവെട്ടിക്കൊടുക്കുന്ന പരിപാടികൾ മന്ത്രി റിയാസ് ഒഴിവാക്കുന്നതായിരിക്കും സർക്കാരിനും മുന്നണിക്കും നല്ലത് എന്ന് ഈ വിമർശകർ പറയുന്നു. RDX അടുത്ത വിഷയത്തിലേക്ക്.